UDF മന്ത്രിസഭ അധികാരമേറ്റാൽ ഉടൻ തന്നെ മുഖ്യമന്ത്രിയെയും മറ്റു വകുപ്പ് മന്ത്രിമാരെയും നേരിൽ കാണുമെന്നും കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെടുമെന്നും ഈ വിഷയങ്ങൾ പരിഹരിക്കുമെന്നും കർഷക സംഘടനകൾക്ക് UDF മുമ്പ് ഉറപ്പു നൽകുകയും അത് പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്തുകയും ചെയ്തിരുന്നു. ദേശീയപാത 85ന്റെ പ്രശ്നപരിഹാരവും നിർമ്മാണ നിരോധനവും അടക്കം നീക്കേണ്ടതുണ്ട്. അത് പരിഹരിക്കുന്നതിനായി ശക്തമായ ഇടപെടൽ നടത്തുമെന്നും അതിജീവന പോരാട്ടവേദി ചെയർമാൻ റസാഖ് ചൂരവേലി പറഞ്ഞു. കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി കാര്യങ്ങളാണ് UDFുമായി കർഷക സംഘടനകൾ ചർച്ച ചെയ്ത് തീർപ്പിലെത്തിയിട്ടുള്ളത്. അതിൽ കർഷക സംഘടനകളുടെ ആവശ്യങ്ങളെല്ലാം തന്നെ പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്തുകയും ചെയ്തിരുന്നു. ഈ സർക്കാർ അധികാരത്തിൽ കയറിയാൽ ആദ്യഘട്ടത്തിൽ തന്നെ മുഖ്യമന്ത്രി അടക്കമുള്ള മന്ത്രിസഭയുമായി ബന്ധപ്പെടാനും ചർച്ച ചെയ്യാനും ഈ മേഖലയിലുള്ള വിഷയങ്ങൾ ഒന്നൊന്നായി പരിഹരിക്കാനുമുള്ള ശക്തമായ ഇടപെടൽ കർഷക സംഘടനകൾ നടത്തും. നമുക്ക് ഏറ്റവും പ്രാധാന്യത്തോടെ NH-85ന്റെ തടസ്സം നീക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ നിർമ്മാണ നിരോധനം അടക്കമുള്ള കരിനിയമങ്ങൾ ഒന്നൊന്നായി മാറ്റുന്നതിനുള്ള വലിയൊരു പരിശ്രമം കർഷക സംഘടനകൾ ലക്ഷ്യമിട്ടിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട നീക്കങ്ങൾ ഈ മന്ത്രിസഭ അധികാരമേറ്റാൽ ഉടൻ ഉണ്ടാകുമെന്നാണ് പറയാനുള്ളത്. ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി സന്ദീപ് രാജക്കാട് ന്യൂസ് ഡെസ്കിൽ നിന്നും ചേരുന്നു. സന്ദീപ്, തെരഞ്ഞെടുപ്പിന് മുന്നേ കോൺഗ്രസ് നേതാക്കളടക്കം കർഷക സംഘടനാ നേതാക്കൾക്ക് ഉറപ്പു നൽകിയതാണ് ഇക്കാര്യങ്ങൾ. ഇത് നടപ്പിലാക്കുന്നത് കാലതാമസം ഉണ്ടാക്കരുതെന്ന ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണോ റസാഖ് ചൂരവേലിയുടെ ഈ പ്രതികരണം? അശ്വതി, തീർച്ചയായിട്ടും അത്തരത്തിൽ വേണം നമുക്ക് മനസ്സിലാക്കാൻ. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഏറ്റവും വലിയ ചർച്ചയായി ഉയർത്തിക്കൊണ്ടുവന്നത് ഈ ഭൂപ്രശ്നങ്ങളടക്കം പരിഹരിക്കാത്ത സർക്കാരിനെതിരെ ശക്തമായ പ്രതിഷേധം എന്ന രീതിയിൽ UDFിനൊപ്പം തങ്ങൾ നിലകൊള്ളുമെന്ന നിലപാട് സ്വീകരിക്കുകയായിരുന്നു സ്വതന്ത്ര കർഷക സംഘടനകൾ സംസ്ഥാനത്തുടനീളം സ്വീകരിച്ചിരുന്നത്. അതിലവർ ഏറ്റവും കൂടുതൽ പ്രധാനമായി ചർച്ച ചെയ്യപ്പെട്ടിരുന്നത് റവന്യൂ വനം വകുപ്പുകൾക്കെതിരായിട്ടുള്ള മന്ത്രിമാർ മത്സരിക്കുന്നിടത്ത് ശക്തമായി ഇടപെടൽ നടത്തുമെന്നും അവർക്കെതിരായി പ്രവർത്തിക്കുമെന്നതടക്കമായിരുന്നു. അതിനു മുമ്പ് തന്നെ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് തന്നെ പ്രതിപക്ഷവുമായി നേരിട്ട് കാണുകയും പ്രതിപക്ഷ നേതാവ് VD സതീശൻ അടക്കമുള്ള ആളുകളെ നേരിൽ കണ്ടുകൊണ്ട് ചർച്ച ചെയ്യുകയും ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്ന ഉറപ്പ് നൽകിയിരുന്നു. അതിൽ ഏറ്റവും പ്രധാനമായി പറഞ്ഞിരുന്നത് ഇടതുപക്ഷ സർക്കാർ കൊണ്ടുവന്നിരിക്കുന്ന ഭൂനിയമം, ആ നിയമം തന്നെ റദ്ദു ചെയ്തുകൊണ്ട് സ്വതന്ത്രമായി കർഷകർക്ക് ഭൂമി ഉപയോഗിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് ഒരു പുതിയ നിയമം കൊണ്ടുവരും എന്ന തരത്തിലുള്ള ഉറപ്പും കർഷക സംഘടനകൾക്ക് ഈ കോൺഗ്രസ് UDF നേതാക്കൾ നൽകിയിരുന്നു. ആ ഒരു തരത്തിൽ നിൽക്കുമ്പോഴാണ് ഇത്തരത്തിൽ വലിയ ഒരു ഭൂരിപക്ഷത്തോടു കൂടി UDF സർക്കാർ അധികാരത്തിലേക്ക് എത്തുന്നത്. അധികാരത്തിലേക്ക് എത്തുന്ന ഘട്ടത്തിൽ തന്നെ ഏറ്റവും അടിയന്തരമായി പരിഹരിക്കപ്പെടേണ്ട ഈ വിഷയങ്ങൾ പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സർക്കാർ അധികാരത്തിലേക്ക് എത്തുന്ന ഘട്ടത്തിൽ തന്നെ ആരാണോ മുഖ്യമന്ത്രി, അതോടൊപ്പം തന്നെ റവന്യൂ വകുപ്പ് മന്ത്രി ആരാണോ, അവരെയെല്ലാം നേരിൽ കണ്ട ഒരു ചർച്ച നടത്തി ഇതിന് തുടർ നടപടികൾ വേഗത്തിലാക്കണമെന്ന നിർദ്ദേശം നൽകുമെന്നുള്ള ആവശ്യമാണ്. ഇല്ലെങ്കിൽ അത്തരത്തിലൊരു നടപടിയുമായി മുന്നോട്ട് പോകുമെന്ന് ആണ് ഇവർ വ്യക്തമാക്കിയിരിക്കുന്നത്. റസാഖ് ചൂരവേലി ഇപ്പോൾ അതിൽ പ്രധാനമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒന്നാണ്, ഈ കാര്യങ്ങൾ മറന്നു പോകരുത്, ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്. സർക്കാർ അധികാരത്തിലേക്ക് എത്തുമ്പോൾ ഈ പ്രശ്നങ്ങളൊന്നും മറന്നു പോകരുത്. ഒട്ടനവധി വാഗ്ദാനങ്ങൾ ജനങ്ങൾക്ക് മുൻപിൽ സർക്കാർ വെച്ചിട്ടുണ്ട്. ആ വാഗ്ദാനങ്ങൾ വെക്കുമ്പോൾ ഏറ്റവും പ്രധാനമായി കാണേണ്ടത് ഇടുക്കി ജില്ലയിലെ ഭൂപ്രശ്നങ്ങൾ തന്നെയാണ്. സംസ്ഥാനത്താകെ നിലനിൽക്കുന്ന ഒരു നിയമത്തെ ഇടുക്കിയുടെ മാത്രമാക്കി അടിച്ചേൽപ്പിക്കുന്ന തരത്തിലേക്ക് നിരവധി ഉത്തരവുകൾ സർക്കാർ LDF സർക്കാർ കൊണ്ടുവന്നിട്ടുണ്ട്. അത് മാറ്റുന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഉറപ്പ് നൽകിയിരിക്കുന്നത്. ആ ഉറപ്പ് പാലിക്കുന്നതിന്, വാക്കു പാലിക്കുന്നതിന് അടിയന്തരമായ ഇടപെടൽ ഉണ്ടാകണം. നിരന്തരമായ ഇടപെടൽ ഇതിൽ നടത്തും എന്നുള്ള കാര്യവും ഈ അതിജീവന പോരാട്ട വേദി നേതൃത്വം വ്യക്തമാക്കുന്നുണ്ട്. സംസ്ഥാനത്തുടനീളം അത്തരത്തിൽ നടപടികളുമായി മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് അവർ വ്യക്തമാക്കുന്നത്. എന്തായിരുന്നാലും UDFിനെ പൂർണ്ണമായി പിന്തുണയ്ക്കുകയും UDFിനെ പൂർണ്ണമായി പിന്തുണയ്ക്കുകയും അവർ തന്നിരിക്കുന്ന ഉറപ്പ് വിശ്വാസത്തിലെടുത്തുകൊണ്ടാണ് കർഷക സംഘടനകൾ മുന്നോട്ട് പോകുന്നത്. ആ ഉറപ്പ് വേഗത്തിൽ നടപ്പിലാക്കണമെന്ന ആവശ്യമാണ് പുതിയതായി വരുന്ന സർക്കാരിന് മുൻപിലേക്ക് ഈ സ്വതന്ത്ര കർഷക സംഘടനകൾ മുന്നോട്ട് വയ്ക്കുന്നത്. അശ്വതി.